നമ്മൾ അടിപൊളി ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ട ആൾക്കാർക്ക് പലർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെന്താ സംഭവം എന്നല്ല. ചെറിയൊരു മിക്സർ ഗ്രൈൻഡറിൻ്റെ കൂട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത് അരയ്ക്കാൻ വേണ്ടിയുള്ള ഡിവൈസ് അല്ല. ഇത് ഇലക്ട്രോണിക് ഡിവൈസിനാണ്, പക്ഷെ ഇവൻ്റെ ഉപയോഗം നമ്മുടെ അരപ്പിലും വലുതാണ്. പലർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിൻ്റെ സൊല്യൂഷനാണ്. സ്വിച്ചാണ് ഇതിൻ്റെ, നല്ല ക്വാളിറ്റി സ്വിച്ചൊക്കെയാണ്. ബിൽഡ് വലിയ ക്വാളിറ്റി ഇല്ല. നമുക്കൊരു 5 3 റേറ്റിംഗ് ബിൽഡ് ക്വാളിറ്റിക്ക് കൊടുക്കാം. 3 3.5 ഒക്കെ കൊടുക്കാം. ബിൽഡ് ക്വാളിറ്റി ബെറ്ററാണ്. ഞാനിപ്പോൾ ഒരു 1 year ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആമസോണിലാണ് പ്രൊഡക്റ്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതിലൊന്ന് ചെക്ക് ചെയ്യുക. ഫുൾ പ്രൊഡക്റ്റിൻ്റെ ഇതാണ് അവൻ്റെ സെക്കൻഡ് പാർട്ട്. 2 പാർട്ടാണ്. അതിലൊരു നെറ്റും വരുന്നുണ്ട്, ചെറിയ പേരൊക്കെ മാഞ്ഞുണ്ട്. ഇത് വികോം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. വികോം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വികോം ലൈസ് കില്ലറിനോ ലൈസ് പിക്കറിനോ ഒക്കെയാണ് സെർച്ച് ചെയ്തത്. നല്ല ബിൽഡാണ്. സൈഡിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് ഗ്രിപ്പുണ്ട്. ഇതാണ് നമുക്കൊരു സ്റ്റീലിൻ്റെ, ഒരു പെറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ സാധാരണ ഇങ്ങനത്തെ കണ്ടേക്കുന്നത്, അതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെയാണ് കോംബോ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പീസ് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതിനകത്ത് തന്നെ ഒരു നെറ്റ് വരുന്നുണ്ട്. ഈ നെറ്റിലേക്കാണ് നമ്മുടെ ലൈസൻസും അഴുക്കും പൊടിയൊക്കെ ഇങ്ങനെയാണ് ട്രാക്കായി കിടക്കുക. ഇത് നമ്മളെടുത്ത് ക്ലിയർ ചെയ്ത് വിടുക. റീയൂസബിളാണ്, റീയൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങൾ. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ ബിൽഡ്. ഒരു അപ്പർ പീസും ഒരു ലോവർ പീസും വരുന്നുണ്ട്. ഇത് 2 ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് ഉള്ളിൽ തന്നെ ഉണ്ട്. അത് വാക്യൂമിൽ വർക്ക് ചെയ്യുന്നു. ആ വാക്യൂം പവറിലാണ് നമ്മൾ മുടിയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈസിൻ്റെ എക്സും എല്ലാം വാക്യൂം പവറിൽ വലിച്ച് ഇവിടെ ഒരു നെറ്റുണ്ട്, ആ നെറ്റിലേക്ക് സ്റ്റോർ ചെയ്യും. ആ നെറ്റ് ജസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ വർക്കിംഗ് ആണ്, പക്ഷേ എഫക്റ്റീവാണ്. ഓക്കെ, ഹായ്. നമ്മളിന്ന് ചെറിയൊരു പരിപാടി. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് റോക്കറ്റ് ലോഞ്ചറൊന്നുമല്ല. ഇതെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തലയിൽ നല്ല പെയിൻ. അപ്പോൾ ആ പെയിൻ നമ്മളിത് ക്ലിയർ ചെയ്യും. ഇന്ന് ചീക്കുവിനാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ചീക്കു ഇങ്ങോട്ടിരുന്ന മാറി കസേര എന്നിട്ടിരുന്ന ഇരിക്കണ്ട, ഇങ്ങോട്ടിരിക്കും. ഈ സാധനം ഇങ്ങോട്ട് ഓൺ ചെയ്യാം. ലൈറ്റൊക്കെ ഓണാവും. ഇത് ചീപ്പാണ്. ഈ ചീപ്പ് വെച്ച് നമ്മളിങ്ങനെ ചീപ്പ് മെല്ലെ ചീപ്പി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ചീപ്പി കൊടുക്കാം. ആദ്യം നമുക്കൊരു നോർമൽ ചീപ്പ് വെച്ച് ചെറിയ ചീപ്പിങ് എടുത്തിട്ടുണ്ട്. ചീപ്പ് കൊടുക്കണം. നോർമൽ ചീപ്പ് വെച്ച് നമ്മൾ വൃത്തിയായിട്ട് ചീപ്പി ആദ്യം തലയിൽ ചെറിയ രീതിയിൽ ജടകളൊക്കെ മാറ്റണം, എന്നാലേ വർക്കാവും. അതിനുശേഷം ഇതും ചീപ്പാണ്. ഈ ചീപ്പ് വെച്ച് നമ്മൾ ചീപ്പുക. ചീപ്പി കഴിയുമ്പോൾ നമുക്ക് തലയിൽ പെയിനൊക്കെ ഇതിനകത്ത് ചെറിയൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. നെറ്റിലേക്ക് വരും. ആദ്യം നമ്മൾ നോർമലി ചീപ്പ് വെച്ചു. അതിൻ്റെ ചീപ്പിന് കുറച്ച് അടുത്തതാണ്. അതിൻ്റെ ചീപ്പിന് പോകാനുള്ള റൂട്ട് ആദ്യം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ മെഷീൻ ഒന്ന് പിടിച്ചോ. റൂട്ട് സെറ്റ് ചെയ്ത് ചീപ്പ് ഇങ്ങോട്ടേക്ക് ഇത് വെച്ച് പിടിക്കാം. അതിനകത്ത് ചീപ്പുണ്ട്. ആ ചീപ്പ് വെച്ച് ഇതായിട്ട് പതുക്കെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ നെറ്റിലേക്ക് വന്ന് വീഴുന്ന പോലെ നമുക്ക് കാണാം. പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ?
ഇതിലൊന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ട ഒരു പേന നമുക്ക് കിട്ടി വിജയകരമായി. അതുപോലെ നമ്മൾ മെല്ലെ മെല്ലെ എല്ലാ പേനയും പിടിക്കണം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? 2 പേൻ. അതുപോലെ ഫുൾ പേനെ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ചെയ്യൂ അടയും. ഇടയ്ക്കിടെ അല്ലാത്ത ചീപ്പ് വെച്ചും ചെയ്ത് നല്ല റൂട്ട് മാപ്പ് ശരിയാവും. റൂട്ട് മാപ്പ് അതെ, ജട പിടിച്ച് കിടക്കണം. നമ്മുടെ ആ ചീപ്പ് ചെറിയ നനവുമുണ്ട്. ചീപ്പിന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് എന്താണ് ചീപ്പ് ബുദ്ധിമുട്ടാണ്. വൃത്തിയായിട്ട് ചീപ്പി ഇട്ട് കൊടുത്തതിന് ശേഷം അമ്മ ഇതിൽ പോയി കൂടെ ഒന്നും പറഞ്ഞു ഇങ്ങോട്ട് ജടകളൊക്കെ വിമാനത്തിൽ ക്ലിയർ ചെയ്യുക. മുടിയുടെ ഇപ്പോൾ അവസ്ഥ എന്ന് കാണിച്ചു കൊടുക്കും. ചീപ്പി കഴിയും. മുടി ക്ലിയറായി, മുടി റൂട്ടായി. ഇനി നമുക്ക് അവനെ വെച്ച് പിടിക്കും. ഈസി ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല എഫക്റ്റീവാണ് ഈ ഒരു ഡിവൈസ്. ഡിവൈസിൻ്റെ ലിങ്ക് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ള ആൾക്കാർ ഇത് ആമസോണിൽ നിന്ന് മേടിക്കുക. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. പേനുകൾ കണ്ട് പേനുകളുടെ ഒരു ഘോഷയാത്രയാണ്. ഇഷ്ടംപോലെ പേൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തായാലും ഇപ്പോൾ ബാക്കി പണിയിലേക്ക് കിടക്കാം. അങ്ങനെ ചീക്കൊണ്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആളുടെ ചെയ്യാം. പൊന്നിയമ്മയുടെ ചെയ്യണം. പൊന്നിയമ്മയുടെ ഹൈലൈറ്റ് ഇത് നമുക്ക് ആദ്യം ചീപ്പ് വെച്ചൊന്ന് പിടിക്കണം. ചീപ്പ് എടുത്ത് ചീപ്പ് വെച്ച് വൃത്തിയായിട്ട് ചീപ്പ് കൊടുത്തിട്ട് ട്രൈ ചെയ്യാം. ഇതിനകത്ത് മൊത്തം വെള്ളം കുഴഞ്ഞിരിക്കാന്നുണ്ടോ? തോത്തില്ല. പിന്നെ വെള്ളം ഇവിടുന്ന് ആകാശത്ത് ആകാശത്തായ പനി ഇവിടെ പനി ഇത് നമ്മൾ സ്ഥിരം ചെയ്യണം. നമ്മൾ ഒരു 3-4 വട്ടം ചെയ്താൽ ഒന്നും ഫുള്ളായിട്ട് പോകില്ല. പിന്നെ അതെ, എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുള്ളൂ. ഇത് ഫുള്ള് വെള്ളം ആദ്യം ഉണക്കിയെടുക്കണം. അത് നമുക്ക് ഡ്രയർ അടിച്ചു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുരുങ്ങുന്നത്
സീരാണ്, അതായത് ലൈസ് എക്സ് എന്ന് പറയും. ലൈസും ഉണ്ടാവും, ലൈസിനെക്കാട്ടി ഡേഞ്ചറാണ് ലൈസിൻ്റെ എക്സ്. ആ എക്സ് ആണ് പിന്നെ മെല്ലെ മെല്ലെ എന്തായി മാറുക, ലൈസായി മാറുക. ലൈസ് എന്ന് ഓമന പേര് വിളിക്കുന്നത് നമ്മുടെ പേനാണ് ആശ. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് കണ്ട ഈ നെറ്റിൽ വന്ന് വീഴും. മെല്ലെ 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 ചെയ്ത് കൊടുക്കുക, മുടി പൊട്ടാതെ കെയർഫുള്ളായിട്ട്. ഇത് കുറച്ച് നേരം നമ്മൾ ചെയ്യണം. കുറച്ച് നേരം ചെയ്താൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുള്ളൂ. കാരണം നല്ല മുടിയുള്ള ആൾക്കാർക്ക് ഇത് മുടിയുടെ ഇടയ്ക്ക് നിന്നാലും അറിയില്ല. അപ്പോൾ നല്ല ക്ഷമ വേണം, നല്ല പേഷ്യൻ്റായിട്ട് ഇത് ചെയ്യാം. ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, ഇവിടെ നിന്നൊക്കെ മുടി ശരിക്കും പൊട്ടുന്നുണ്ട്. ആ മുടി പൊട്ടുന്നതിൻ്റെ ഗ്രോത്തിനെ വരെ ഇത് അഫക്റ്റ് ചെയ്യും. ഇത് ശ്രദ്ധിക്കുക. നമ്മളിതൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ മുടി ഇത് നശിപ്പിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഹെൽത്ത് ഇഷ്യൂസും വരാം. കാരണം ഇത് ഡയറക്റ്റ് നമ്മുടെ നെർവുണ്ട്, അതായത് നമ്മുടെ തലയിലുള്ള ഞരമ്പുകളെയാണ് നെർവസ് എന്ന് പറയുന്നത്. ആ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ നിന്ന് ബ്ലഡ് ഇൻടേക്ക് എടുക്കും. അത് വളരെ ദോഷമാണ് ഹെൽത്തിന്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ഇതിലും എഫക്റ്റീവാണ്. കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, എന്താ ചെയ്യുക, എന്താ ഇതിൻ്റെ പോകാൻ വഴി എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളിലുള്ളൊരു ഷാമ്പു ഇട്ടിട്ട് ഷാമ്പു കണ്ടീഷനിങ് ചെയ്യാം. വേറെ ഷാമ്പു കണ്ടീഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയിലൂടെ ഇതിൻ്റെ പല്ലുകൾ ഞാൻ പറഞ്ഞാൽ അടുത്താണ്. അപ്പോൾ മുടിയിലൂടെ ഇറങ്ങാൻ കുറച്ചുകൂടെ ഫ്രീ ആവും. ഷാമ്പു കണ്ടീഷനിങ് അപ്പോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഫേർട്ട്ലെസ് ആയിരിക്കും. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ സ്കള്ളിൻ്റെ അടുത്താണ് കൂടുതലും ഇത് ചെയ്യേണ്ടത്. മുടിയെക്കാട്ടി കൂടുതൽ നമ്മുടെ തലയുടെ ഭാഗത്തായിരിക്കും ഇതിൻ്റെ പ്രസൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെയാണ് കൂടുതലും ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ നെറ്റിൻ്റെ അവസ്ഥയാണ്. ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ പേനുകൾ കാണാം, അവിടെ പറന്ന് കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് ഈ ക്ലോസ്ഡ് ചെയ്തുള്ള നമ്മളിത് ക്ലിയർ ചെയ്തിട്ട് വരാം. ഇത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നുകൂടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളൊരു 3-4 റൗണ്ട് ക്ലീൻ ചെയ്തതാണ്. ഓരോ വട്ടം നമുക്ക് മിനിമം 50-100 പേന കിട്ടും. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് വളരെ വളരെ എഫക്റ്റീവാണ്. എന്തായാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യും, എടുക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. പെയിൻ ക്ലിയർ ആവുന്നുണ്ട്, പക്ഷേ അതായത് ലൈസ് ക്ലിയർ ആവും, പക്ഷേ ലൈസ് എക്സ് ക്ലിയർ ആവും എന്നുള്ളതാണ് സംശയം. പൊന്നിപ്പനുണ്ട്, പെയിനൊക്കെ കുറഞ്ഞ് ചൊറിച്ചിലൊക്കെ മാറി. ഇത് ഡെയിലി കുളിച്ചതിന് ശേഷം 1 മണിക്കൂർ ചെയ്യും. ഓക്കെ, ചെയ്യും. പെയിൻ കുറവുണ്ടോ, തലയിൽ ചൊറിച്ചിൽ കുറവുണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്ന് കുളിച്ചിട്ട് വന്നിട്ട് 1 മണിക്കൂർ ചെയ്യണം. ഓക്കെ, ബൈ.